അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. ഉസ്താദെ, ഇന്നത്തെ സദസ്സിൽ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണേ എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടുപോയ വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, അതുപോലെ രോഗങ്ങളുടെ കാര്യം പറഞ്ഞ്, വിഷമങ്ങൾ, സങ്കടങ്ങൾ, നിരവധി കാര്യങ്ങൾ പറഞ്ഞ ദ്വാ വസിയത്ത് ഇന്നത്തെ മജ്‌ലിസിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റട്ടെ, എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ, ആമീൻ. പരിപാവനമായ ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത്. അതിശ്രേഷ്ഠമായ സമയമാണ്. അതുപോലെ നാളെ തിങ്കളാഴ്ച ദിവസം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രതിഫലമുള്ള ദിവസമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് നമുക്ക് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറാനും കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ ദുആയിനെ അള്ളാഹു കബൂലാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും സൃഷ്ടിച്ചിട്ടുള്ളത് തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യതകൾ കൊണ്ടാണ്. മനുഷ്യനെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. ഈ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് തെറ്റുകൾ പറ്റിയാലും അവർ ഇസ്തിഗ്ഫാർ പറയുന്നവരാണ്, അവർ അള്ളാഹുലേക്ക് തൗബ ചെയ്യുന്നവരാണ്. അപ്പോൾ മനുഷ്യന് തെറ്റു പറ്റിയാൽ ആ തെറ്റു പറ്റിയെന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല, ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ പറയുന്ന ഒരു ദുആയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. മാത്രമല്ല ഈ ആയത്ത് നമുക്കൊരു ദിക്റായിട്ടും പറയാം. അതൊരു തൗബയുടെ വചനമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്നിച്ച് പറഞ്ഞാലോ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന 30 ലക്ഷത്തോളം തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ്, ഒരു ദുആയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി പറയുക. اللهم اغفر لي ذنوبي يا غافر المذنبين اللهم اغفر لي ذنوبي يا غافر المذنبين اللهم اغفر لي ذنوبي يا غافر المذنبين
المذنبين اللهم اغفر لي ذنوبي يا غافر 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 المذنبين ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നമ്മുടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരമാണ്. ഇൻഷാ അല്ലാഹ് നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എത്ര പറഞ്ഞാലും തീരില്ല. എത്രയോ സ്വലാത്തുകളാണ് അല്ലേ, എത്രയോ സ്വലാത്തുകളാണ്, ലക്ഷക്കണക്കിന് സ്വലാത്തുകളാണ് ഓരോ ആളുകളും ചൊല്ലുന്നത്. നമ്മുടെ കിതാബുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നിരവധി ആയിരക്കണക്കിന് സ്വലാത്താണ് പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല അർത്ഥത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ നബി തങ്ങളുടെ പേരിലുള്ള ഒരു സ്വലാത്താണ് നമുക്ക് നേരിട്ട് നബിയോട് സ്വലാത്ത് ചൊല്ലുന്ന രൂപത്തിൽ പറയാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയാം. الصلاة والسلام عليك يا سيد الأولين والآخرين 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 الصلاة والسلام عليك يا سيد الأولين والآخرين
അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനോടുകൂടി മുഹമ്മദ് റസൂലുള്ളാ എന്ന വാക്കുകൂടി ചേർത്താൽ അള്ളാഹുവിനും ഇഷ്ടമാണ്, മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആ വാക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ദിക്റുകളുടെ രാജാവ്, നേതാവ് എന്നാണ് ഈ ദിക്റിനെ പറ്റി പറയപ്പെടുന്നത്. വളരെയധികം പുണ്യമുള്ളതാണ്. ഖബറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ദിക്ർ കൂടിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. لا إله إلا الله محمد رسول الله 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 لا إله إلا الله محمد رسول الله. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ എല്ലാവിധത്തുള്ള വിജയങ്ങൾ ഉണ്ടാവാൻ, പ്രത്യേകിച്ച് ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാവിധത്തുള്ള കരുണയും കിട്ടാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് തൗബയുടെ വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്ന ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, ഒരുപാട് ഇസ്തിഗ്ഫാർ പറയും. ആ ഇസ്തിഗ്ഫാറിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇസ്തിഗ്ഫാറാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. നമ്മുടെ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരാനും എല്ലാവിധ ഖൈറും സലാമത്തും ഉണ്ടാവാനും ഇൻഷാ അല്ലാഹ് ഇത് കാരണമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് 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 أستغفر الله العظيم من كل ذنب وأتوب إليك 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 أستغفر الله العظيم
മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ചില ഇസ്മുകളാണ്. നമുക്കറിയാവുന്ന ഒരുപാട് ഇസ്മുകളുണ്ട്, നമ്മൾ പറയാറുണ്ട് സ്ഥിരമായ ഒരുപാട് അള്ളാഹിൻ്റെ ഇസ്മുകൾ. അസ്മാഉൽ ഹുസ്ന മുഴുവനും ഓതുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നിലനിന്ന് കിട്ടണം, അല്ലേ? നമുക്ക് ഒരുപാട് നിഅമത്തുകൾ അള്ളാഹ് തന്നിട്ടുണ്ട്, അത് നിലനിർത്തി കിട്ടണം. അതിന് പറ്റിയ ഒരു ഇസ്മാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയാം. യാ ശകൂറു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ ശകൂറു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ വളർമ്മയുണ്ടാവണം, ഉയർച്ചയുണ്ടാവണം. നമ്മുടെ കച്ചവടത്തിൽ ഉയർച്ച, നമ്മുടെ മക്കളിൽ ഉയർച്ച ഉണ്ടാവണം, നമ്മുടെ ആരോഗ്യം ഓരോ ദിവസവും ക്ഷയിച്ചു പോകുകയല്ല, നന്നാവണം. അങ്ങനെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ വലിയ സഹായം, ഉയർച്ചയും ഉന്നതിയും ഉണ്ടാവണം. അതിന് പറ്റിയ ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. യാ മജീദു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ മജീദു യാ
الله لا إله إلا الله يا مجيد يا 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 الله لا إله إلا الله. അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരാനും സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാനും നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടാനും എല്ലാവിധ സമാധാനം ഉണ്ടാവാനും മഹാന്മാരായ പ്രവാചകന്മാർ പ്രത്യേകിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും കുടുംബവും പറഞ്ഞ അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി പറയുക. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. നമ്മൾ ചെയ്യുന്ന ഒരുപാട് നന്മ, ഇപ്പം നമ്മൾ ദിക്റിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കുകയാണ്, അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും, നമ്മുടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, നമ്മുടെ ഖുർആൻ, നമ്മുടെ ഹജ്ജ്, എല്ലാം എന്ത് നല്ല കാര്യം ചെയ്താലും നമ്മൾ അള്ളാഹുവിനോട് ദുആ രക്കണം, പടച്ചോനെ ഞാൻ ഈ ചെയ്ത അമൽ നീ സ്വീകരിക്കണേ എന്ന്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു തആല സ്വീകരിക്കാൻ നമ്മളെപ്പോഴും ദുആ രക്കണം. അങ്ങനെയുള്ള ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ഇനി നമ്മൾ പറയുന്നത് ഒരു മനുഷ്യൻ ഈ ഒരു ദിക്ർ ഇത് ദിക്റാണ് തസ്ബീഹാണ് ഇതൊരു തൗബയുടെ വചനമാണ് ഇതൊരു ബൈത്താണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു 4 വരി ബൈത്ത് അത് നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് നേട്ടങ്ങളാണ് നരകമോചനം കിട്ടും സ്വർഗ്ഗപ്രവേശനം കിട്ടും അള്ളാഹു താല ഈ ദുന്യാവിലെ പ്രതിസന്ധികൾ മാറ്റിത്തരും എല്ലാവിധ ഖൈറും സലാമത്തും ഉണ്ടാവും ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ദിക്ർ ഈ ഒരു ബൈത്ത് പറഞ്ഞാൽ കിട്ടുന്നത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയും إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم കഠിനമായ ചൂടിൻ്റെ കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ ഇപ്പോൾ ഈ ദുന്യാവിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂട് നരകത്തിൻ്റെ ചൂടിൻ്റെ കോടാനുകോടി വരുന്നതിൽ ചെറിയൊരു അംശമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് AC ഇല്ലാതെ അല്ലെങ്കിൽ ഫാൻ ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നരകത്തിലെ ചൂട് എത്രമാത്രം ചൂടാണ്. അല്ലാഹു തആല കാത്ത് സംരക്ഷിക്കട്ടെ. കണ്ണുകൊണ്ട് പോലും നരകം കാണുന്ന ഒരു അവസ്ഥ വരുത്താതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നരകത്തിൽ നിന്നുള്ള മോചനം നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം. എല്ലാവരും ഒന്നിച്ചു പറയാം.
اللهم أجرني من النار يا ذا الجلال والإكرام 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 اللهم أجرني من النار يا ذا الجلال والإكرام. അൽഹംദുലില്ലാ, നമ്മുടെ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകം ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മജ്ലിസിൽ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അള്ളാഹു തആല നമ്മുടെ ഈ മജ്ലിസിനെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ദുആയിനെ അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാ وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാ, ഒരുപാട് തെറ്റുകൾ പറ്റിയവരാ, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ അവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, ഭാര്യ ഭർത്താവ് മരണപ്പെട്ടു, മക്കൾ ഖബറിലാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദേ എന്നൊരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ട മുഴുവൻ ഖബറാളികൾക്കും നീ വലിയ പ്രതിഫലം നൽകണേ അല്ലാ, സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ, സലാമത്ത് തരണേ അല്ലാ, റാഹത്ത് തരണേ അല്ലാ, ഇസ്സത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാ, ഒരുപാട് സങ്കടങ്ങളുള്ളവരാ, എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ആർക്കെല്ലാം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെന്ന് നിനക്കറിയാം. ഒരു തഫ്സീർ ബയാനിൻ്റെ ആവശ്യമില്ലല്ലോ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ ആരെല്ലാം രോഗികളുണ്ടോ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നീ ശിഫാ തരണേ അല്ലാ. ക്യാൻസർ
ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, ആരെല്ലാം എന്തെല്ലാം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് കിടപ്പിലാണോ, അള്ളാഹുവെ ഹോസ്പിറ്റലിലാണോ, വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടോ, എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങൾ കൂടുകയാണ്. പെടുന്നനെയുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അറ്റാക്ക് വന്ന് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. സ്ട്രോക്ക് വന്ന് കിടപ്പിലാകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. കുഴഞ്ഞു വീണുള്ള മരണത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. എന്നാണെങ്കിലും മരിക്കും, എവിടെയാണ് എന്നാണെങ്കിലും മരിക്കും, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് മരണമെന്നറിയില്ല. ഖൈറായ മരണം, ഖൈറായ സമയത്ത് ഖൈറായത് പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഹജ്ജിന് പോവുകയാ, ഉംറക്ക് പോവുകയാ. അല്ലാഹു അവരുടെ ഹജ്ജും ഉംറയെല്ലാം നീ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ അല്ലാ. റബ്ബേ അവരെ നീ കാക്കണേ അല്ലാ. കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരവിടെ വെച്ച് ചെയ്യുന്ന ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കും അല്ലാഹുവേ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിരവധി പേരാണ് രോഗികളായിട്ടുള്ളത്, വീടില്ലാതെ വിഷമിക്കുന്നത്, ജോലിയില്ലാതെ സങ്കടപ്പെടുന്നത്. എല്ലാവർക്കും എല്ലാ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്ക റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്ക റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മക്കളുണ്ടായിട്ട് ആ മക്കളൊന്ന് നന്നാവാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളുടെ വിഷമം, സങ്കടം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്, ഇനിയും റിസൾട്ട് വരാനുണ്ട്. ഉന്നതമായ വിജയം ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കണയല്ല. അവരുടെ തുടർ പഠനങ്ങളിൽ നീ ഖൈറും സലാമത്തും കൊടുക്കണയല്ല. അവർക്ക് നല്ല ഭാവി കൊടുക്കണയല്ല. അല്ലാഹുവേ, വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ റഹ്മാനെ. ഈ ദുന്യാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി മാറ്റണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിരവധി പേരാണ് രോഗങ്ങളായി കഴിയുന്നത്. അവര് നമ്മുടെ കുടുംബാദികളിൽ പല ആളുകളും രോഗികളാണ്. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രവാസ ലോകത്ത് കഴിയുന്ന ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, റബ്ബേ ഞങ്ങളുടെ പ്രവാസികളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾക്ക് കാലാവസ്ഥ നീ അനുകൂലമാക്കി തരണേ അല്ലാ. മഴ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്ന നാടുകളുണ്ട്, അവർക്ക് നീ ഖൈറായ മഴ കൊടുക്കണേ അല്ലാ. മഴയില്ലാതെ വിഷമിക്കുന്ന നാടുകളുണ്ട്, ഖൈറായ മഴ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, 100 പ്രശ്നങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വെച്ച്, ഇന്നത്തെ മജ്ലിസിൽ വെച്ച് ദ്വാരക്കണേ ഉസ്താദേ എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി ആയിരക്കണക്കിന്, 10,000-കണക്കിന് മുഅ്മിനീങ്ങളാണ് ദുആ വസിയത്ത് പറയാറുള്ളത്. റബ്ബേ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ഇരുലോകത്തും തരണേ അല്ലാ. പ്രയാസ പ്രശ്ന പരിഹാരങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഖൈറും സലാമത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സലാമത്ത് തരണേ അല്ലാ. റഹ്മാനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അല്ലാഹു, ഞങ്ങൾക്ക് ഖൈറായത് എല്ലാം തരണേ അല്ലാ. ഷർറായ എല്ലാ കാര്യങ്ങളെ തൊട്ടും നീ കാവൽ തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. ഈ മജ്ലിസിൻ്റെയൊക്കെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മുടെ ഈ സ്നേഹബന്ധം നിലനിർത്തട്ടെ, നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.